നമസ്കാരം. പ്രത്യേക ബഡ്ജറ്റ് വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയിരിക്കുന്നത്. റെക്കോർഡ് സമയമെടുത്താണ് ബഡ്ജറ്റ് പ്രസംഗം പൂർത്തിയാക്കിയത്. രാവിലെ 9-ന് ആരംഭിച്ച പ്രസംഗം 11:53-ഓടെയാണ് പൂർത്തിയായത്. തോമസ് ഐസക്കിനും ഉമ്മൻചാണ്ടിക്കും ശേഷം കേരള നിയമസഭയിലെ ദൈർഘ്യമേറിയ 4ാമത്തെ ബഡ്ജറ്റാണ് KN ബാലഗോപാൽ അവതരിപ്പിച്ചത്. 2 മണിക്കൂറും 53 മിനിറ്റുമായിരുന്നു അവതരണം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. DA കുടിശ്ശിക ഉൾപ്പെടെ നൽകുമെന്നും പ്രഖ്യാപനം. ബിരുദതലം വരെ ഇനി പഠനം സൗജന്യമായിരിക്കും. അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സയടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിലുള്ളത്. സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതി കൂടുതൽ ആനുകൂല്യങ്ങളോടെ ഫെബ്രുവരി 1 മുതൽ നടപ്പാക്കും. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. കേരളിന് പകരമായി RRTC അതിവേഗ റെയിൽപാതയും ബഡ്ജറ്റിൽ ഇടം പിടിച്ചു. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി വകയിരുത്തി. സർ, ഭാവി കേരളത്തിന്റെ വികസന ചക്രവാളം തുറന്നാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത്. വിസ്മയകരമായ വികസനം വിഴിഞ്ഞത്തിലൂടെ കേരളത്തിലെത്തും. നാളിതുവരെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടത് 611 ചരക്ക് കപ്പലുകളാണ്. സർ, KSRTC ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്ത് പിടിച്ച സർക്കാരാണിത്. പൊതുമേഖലയെ ഇറച്ചി വിലയ്ക്ക് വിട്ടുകളയണം എന്ന വലതുപക്ഷ സമീപനമല്ല ഞങ്ങളുടേത്. സർ, കേരളത്തിലെ KSRTC ജീവനക്കാർ ഇപ്പോൾ ശമ്പളം വാങ്ങുന്ന എല്ലാ മാസവും 1-ാം തീയതിയാണ്. സർ, കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ വ്യവസായ വളർച്ചയോട് കൂടി കാലമായിരുന്നു. സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ചത് 3.92 ലക്ഷം സംരംഭങ്ങളാണ്. കേരളത്തിലേക്ക് വന്ന നിക്ഷേപമാകട്ടെ 22,000 കോടി രൂപയുടേതും ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ട തൊഴിലവസരങ്ങൾ 7.5 ലക്ഷവുമാണ്. സർ, രാജ്യത്തെ വ്യവസായ സൗഹൃദ റാങ്കിങ്ങായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1-ാം സ്ഥാനത്താണ്. സർ, സംസ്ഥാനത്തെ IT കയറ്റുമതി 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ കാലത്ത് 8,500 കോടി രൂപയിൽ നിന്നും 26,252 കോടി രൂപയായി വളർന്നു. പുതുതായി 100 ലക്ഷം ചതുരശ്ര അടി IT തൊഴിലിടം നാം സൃഷ്ടിച്ചു. സർ, സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന IT കമ്പനികളുടെ എണ്ണം 650-ൽ നിന്നും 1,160-ആയി വർദ്ധിച്ചു. സർ, വ്യവസായവും നിക്ഷേപങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിക്കുന്നതിനൊപ്പം നമ്മുടെ അടിസ്ഥാന മേഖലകളും വികസിക്കുകയാണ്. സർ, ഈ സർക്കാർ ചുമതലയേറ്റതിനു ശേഷം നെല്ലിന്റെ സംഭരണ വില 30 രൂപയായി ഉയർത്തി. സർ, റബ്ബറിന്റെ താങ്ങുവില 200 രൂപയായി ഉയർത്തി. VS സെന്റർ. സർ, സഖാവ് VS അച്യുതാനന്ദൻ ഓർമ്മയായിരിക്കുന്നു. കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിലെ ജ്വലിക്കുന്ന നേടാണ് VSന്റെ സമരജീവിതം. VSന്റെ ഐതിഹാസികമായ പോരാട്ടങ്ങളും ജീവിതവും അടയാളപ്പെടുത്താനും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനും കഴിയുന്ന ഒരു കേന്ദ്രം VS സെന്റർ തിരുവനന്തപുരത്ത് സ്ഥാപിക്കും. അതിനായി 20 കോടി രൂപ വകയിരുത്തും. സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് ബഡ്ജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷന് 14,500 കോടി രൂപ വകയിരുത്തി. മുതിർന്നവരും സാമൂഹികമായി നിസ്സഹായരുമായവർക്കുള്ള സുരക്ഷാ വ്യവസ്ഥകൾ ശക്തമാക്കും. സ്ത്രീ സുരക്ഷാ പെൻഷന് പ്രത്യേകമായി 3,700 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ക്ഷേമ പെൻഷനും ശമ്പള പരിഷ്കരണവും ബഡ്ജറ്റിൽ പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. സർ, സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 5 വർഷ തത്വം പാലിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ എക്കാലത്തെ നയം. ഇതിന്റെ ഭാഗമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും. സർ, DA DR കുടിശ്ശിക. സർ, സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DA DR ഗഡുക്കൾ പൂർണ്ണമായും നൽകാൻ തീരുമാനിക്കുന്നു. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. നിലവിൽ അവശേഷിക്കുന്ന ഗഡുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും. സർ, DAയുടെയും DRന്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും. ആദ്യ ഗഡു ബജറ്റ് വർഷത്തിൽ തന്നെ നൽകുന്നതിന് തുക ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സർ, സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കുമെന്ന് മുൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് അഷ്വേർഡ് പെൻഷൻ പദ്ധതി ചുവടെ പറയുന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നു. സർ, അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷനായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും DR അനുവദിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. നിലവിലുള്ള NPSൽ നിന്നും അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ തന്നെ തുടർന്നവർക്ക് അത് തുടരാം, പക്ഷെ ഇങ്ങോട്ട് മാറാൻ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. സർ, ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതം പ്രത്യേക ഫണ്ടായി മാനേജ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാകും. സർ, അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1-ന് നടപ്പിൽ വരുത്തുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കും.
ക്ഷേമ പെൻഷനും ശമ്പള പരിഷ്കരണവും സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് തുളസി പ്രസാദ് ചേരുന്നു. തുളസി, ശമ്പള പരിഷ്കരണം സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? ജെയിംസ്, നിലവിൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബജറ്റ് അവതരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സർക്കാർ ജീവനക്കാരോട് നീതികേട് ബജറ്റിൽ കാണിക്കില്ല എന്ന പ്രസ്താവന ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയിരുന്നു. അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശമ്പള പരിഷ്കരണ കമ്മീഷനായി പുതിയ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 മാസത്തിനകം റിപ്പോർട്ട് കമ്മീഷൻ രൂപീകരിച്ച് 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നും സർക്കാർ ജീവനക്കാർക്ക് അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്നും ധനമന്ത്രി ബജറ്റ് അവതരണ വേളയിൽ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അഷ്വേർഡ് പെൻഷൻ പദ്ധതി എന്നത് തമിഴ്നാട് സർക്കാരിന്റെ ടാപ്സ് പെൻഷൻ പദ്ധതി മാതൃകയാക്കിയുള്ള പദ്ധതി പ്രഖ്യാപനമാണ്. അതായത് അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷൻ ഉറപ്പാക്കുകയാണ് ഈ ഒരു അഷ്വേർഡ് പെൻഷൻ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഏപ്രിൽ മുതൽ അഷ്വേർഡ് പെൻഷൻ പദ്ധതി രീതിയിലേക്ക് മാറുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. എന്നാൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു. ജെയിംസ്. തുളസി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. കാർഷിക മേഖലയ്ക്കും ബഡ്ജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. കേരളത്തിലെ കാർഷിക രംഗം 2011-12 മുതൽ തളർച്ചയിലായിരുന്നു. എന്നാൽ ഈ തളർച്ചയുടെ ഘട്ടത്തെ നാം കഴിഞ്ഞ 5 വർഷങ്ങളിൽ മറികടന്നു. കാർഷിക മേഖലയിലെ വളർച്ച ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട്. കാർഷികാനുബന്ധ മേഖലയുടെ പദ്ധതി അടങ്കൽ 2071.95 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ഇത് 234.73 കോടി രൂപ കേന്ദ്ര വിഹിതമായി പ്രതീക്ഷിക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ കാർഷിക മേഖലയിലെ പദ്ധതി ചെലവ് ഗണ്യമായ വർധനവ് കൈവരിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കാർഷിക മേഖലയിലെ വളർച്ചയ്ക്കായി ലോകബാങ്ക് വായ്പാ സഹായത്തോടെ കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ കേര എന്ന ബൃഹത്തായ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി വരുന്നു. കേരള പദ്ധതിക്കായി 100 കോടി രൂപ നീക്കിവെക്കുന്നു. നെല്ലിന്റെ സംഭരണ വില ഈ സർക്കാർ കിലോയ്ക്ക് 30 രൂപയായി വർദ്ധിപ്പിച്ചു. സർ, നെൽകൃഷിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻപുട്ട് സബ്സിഡികൾ നൽകുന്നത് കേരളത്തിലാണ്. എല്ലാ സീസണിലും ഹെക്ടറിന് 5000 രൂപ നിരക്കിൽ ഇൻപുട്ട് സഹായവും 1000 രൂപ നിരക്കിൽ ഉത്പാദന ബോണസും ഉടമയ്ക്ക് 3000 രൂപ റോയൽറ്റിയും നൽകി വരുന്നു. തരിശുഭൂമിയിൽ നെൽകൃഷി ചെയ്യുന്നതിന് ഹെക്ടറിന് 40,000 രൂപ വരെയും സഹായം നൽകി വരുന്നു. സർ, കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന 95% നെല്ല് സർക്കാരാണ് സംഭരിക്കുന്നത്. നിലവിൽ PRS വായ്പാ രീതി ഒഴിവാക്കി പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി കർഷകർക്ക് സംഭരണ സമയത്ത് തന്നെ നേരിട്ട് പണം നൽകുന്ന പുതിയ ദ്വിതല സംഭരണ സംവിധാനമാണ് നടപ്പാക്കുന്നത്. കേരള ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെയും ഡിജിറ്റൽ പോർട്ടലിന്റെ മേൽനോട്ടത്തിലും വരാനിരിക്കുന്ന സീസൺ മുതൽ തന്നെ ഈ സംവിധാനം നിലവിൽ വരും. നെല്ല് വികസന പദ്ധതിയുടെ സംയോജനത്തിനായി 150 കോടി രൂപ വകയിരുത്തണം ചെയ്യാനും സ്ഥാപിക്കും. സാർ, സമഗ്ര പച്ചക്കറി കൃഷി വികസനത്തിനായി 78.45 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് VFPCക്ക് 18 കോടി രൂപയും കൃഷിവകുപ്പിന്റെ വിവിധ പച്ചക്കറി വികസന പ്രവർത്തനങ്ങൾക്കായി 60.45 കോടിയും ഉൾപ്പെടുത്തുന്നു. നാളികേര വികസനത്തിനായി 73.73 കോടി രൂപ വകയിരുത്തുന്നു. സുഗന്ധവ്യഞ്ജന വികസന പദ്ധതി അടങ്കൽ 7.6 കോടിയിൽ നിന്ന് 15 കോടിയായി വർദ്ധിപ്പിക്കും. കണക്ക് ഭക്ഷ്യവകുപ്പിന് 2333.64 കോടിയുടെ പദ്ധതികളാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവേക് കീർത്തി ചേരുന്നു. വിവേക്, എന്തൊക്കെയാണ് കാർഷിക മേഖലയ്ക്കുള്ള പദ്ധതികൾ? ജെയിംസ് പോൾ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റാണെന്ന് KN ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഒരു സ്വപ്ന ബജറ്റല്ല, ഇതൊരു പ്രായോഗിക ബജറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബജറ്റ് അവതരണത്തിലേക്ക് എത്തിയത്. എന്നാൽ കാർഷിക മേഖലയ്ക്ക് ഏകദേശം 2000 കോടി രൂപയുടെ ഈ മേഖലയ്ക്ക് അനുവദിച്ചുകൊണ്ടാണ് ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന കാർഷിക മേഖല തളർച്ചയുടെ കാലം പിന്നിട്ടു എന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. പ്രത്യേകിച്ച് ഈ കാർഷിക മേഖലയുടെ ഭാഗം പറയുമ്പോൾ അദ്ദേഹം
പറഞ്ഞു. എന്തായാലും ഈ മേഖലയിൽ വളരെയധികം പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നും പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് കേര വികസനത്തിന് 100 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നാളികേര മേഖലയും മറ്റ് അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്കുമായി 75 കോടി രൂപയും നീക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിനായി 150 കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. കൂടാതെ കാർഷിക സർവകലാശാലയുടെ പുരോഗതിക്കായി 72 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഈ ബജറ്റിൽ വകയിൽ സമഗ്ര പച്ചക്കറി വികസനത്തിനായിട്ട് 78.45 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നാളികേര വികസനത്തിനായി 73 കോടി, സുഗന്ധവ്യഞ്ജന വികസന പദ്ധതിക്കായി 15 കോടി വർദ്ധിപ്പിച്ചു. കേരള കാർഷിക സർവകലാശാല 72 കോടി, ഉൽപ്പാദന സംഘങ്ങളുടെ സാങ്കേതികവിദ്യ പിന്തുണയ്ക്ക് 5 കോടി, ജൈവകൃഷി പ്രത്യേകിച്ച് ജൈവകൃഷിയുടെയൊക്കെ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് 5.25 കോടി രൂപയാണ് ഇതിനുവേണ്ടി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയ്ക്കും പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട് ഫണ്ട്. 318.46 കോടി രൂപയാണ് മൃഗസംരക്ഷണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലെ ഫാമുകളുടെ സംരക്ഷണത്തിനായിട്ട് 18 കോടി രൂപയും, വെറ്റിനറി സേവനങ്ങൾക്കായി ആകെ വിഹിതം 38 കോടിയും, കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 30.46 കോടിയും, പിന്നെ പോൾട്രി വികസന കോർപ്പറേഷന് 10 കോടിയും, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യക്ക് 6.14 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ യുവതലമുറയെ കൃഷിയിൽ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ ഇതൊരു ഹൈടെക് പ്രിസിഷൻ ഫാമിംഗ് സഹകരണം തുടങ്ങുന്ന പലിശയിളവ് വരെ ഈ പദ്ധതിയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 10 കോടി രൂപ അനുവദിക്കുകയും 3% പലിശയിളവ് ഇത്തരം ഈ നൂതന കൃഷി രീതികൾ അവലംബിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. എന്തായാലും ഒരു കർഷകർക്ക് ഗുണമേന്മയേകുന്ന ഒരു രീതിയിലാണ് ഈ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് പോലും നമ്മളൊരു പരിശോധിക്കേണ്ട ഒരു കാര്യം. സർക്കാരിന് ഫണ്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ബജറ്റ് അവതരണത്തിന് ശേഷം വിമർശനമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതൊരു പൂച്ച പെട്ടുകിടക്കുന്ന ഒരു സംവിധാനമാണ്, അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾ വിശ്വസിക്കരുത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ബജറ്റ് കൊണ്ട് വളരെ ആർക്കും പ്രയോജനമില്ല എന്നും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും തുടക്കത്തിൽ തന്നെ ബാലഗോപാൽ പറഞ്ഞതുപോലെ ഇതൊരു സ്വപ്ന ബജറ്റല്ല, പ്രായോഗിക ബജറ്റാണ്. ഈ പ്രായോഗിക ബജറ്റ് എത്രമാത്രം ഫലപ്രദമാകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളെ കണ്ടു തന്നെ അറിയേണ്ടി വരും. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവേകാണ് വിവരങ്ങൾ നൽകിയത്. കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് 50 കോടി വകയിരുത്തിയിട്ടുണ്ട്. ചെറിയ തുകയടച്ച് പദ്ധതിയിൽ ചേരാൻ കഴിയും. ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ ഒട്ടേറെ പദ്ധതികളാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. സർ, ഇൻഷുറൻസ് പരിരക്ഷ അസംഘടിത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പുമായി ചേർന്ന് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നു. ഇതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും ഉണ്ടാകും. സംസ്ഥാനത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. സർ, സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. സർ, ക്ഷേമനിധി അംഗങ്ങളായ ലോട്ടറി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. സർ, സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി. സർ, ഇത് കൂടാതെ കേരളത്തിലെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണ്. ഇതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. വർഷം 15 കോടി രൂപ ഇതിനായി വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനായി 15 കോടി രൂപ ബജറ്റിൽ മാറ്റിവെക്കുന്നു. സർ, മെഡിസപ്പ് 2.0. സർ, കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാരുമായ 11 ലക്ഷത്തോളം പേർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ്. ഏത് പ്രായത്തിലുള്ളവരും യാതൊരു മെഡിക്കൽ പരിശോധനകളില്ലാതെ ഇതിൽ ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനം നൽകുന്നു. സർ, 104 വയസ്സുള്ള വ്യക്തി വരെ മെഡിസപ്പിൽ ചേർന്ന് ഇൻഷുറൻസ് സേവനം സ്വീകരിച്ചിട്ടുണ്ട്. മെഡിസപ്പിന്റെ 1ാം ഘട്ട പദ്ധതി പൂർത്തിയായിരിക്കുന്ന വേളയിൽ കൂടുതൽ പാക്കേജുകളും ആശുപത്രികളെയും ഉൾപ്പെടുത്തി മെഡിസപ്പ് 2.0 പ്രഖ്യാപിക്കുകയാണ്. ഫെബ്രുവരി 1 മുതൽ ഈ പദ്ധതി നിലവിൽ വരും. സർ, സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്നവർക്കും വിരമിച്ചവർക്കുമായി മെഡിസപ്പ് മാതൃകയിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കും. സർ, സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്നവർക്കും വിരമിച്ചവർക്കുമായി മെഡിസപ്പ് മാതൃകയിൽ ഒരു ഇൻഷുറൻസ് പദ്ധതിയും ആവിഷ്കരിക്കും. സർ, മോട്ടോർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ വിപുലീകരിക്കേണ്ടതുണ്ട്. ക്ഷേമനിധിയിൽ അംഗങ്ങളായ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് വളരെ ചെലവ് കുറഞ്ഞ വിഹിതം അടയ്ക്കുന്ന തരത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. സർ, ഇൻഷുറൻസ് പരിരക്ഷ അസംഘടിത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന പദ്ധതികളുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അശ്വതി അശോക് ചേരുന്നു. അശ്വതി, എന്താണ് ഇൻഷുറൻസ് മേഖലയ്ക്ക് നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ?
ജെയിംസ്, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ഇൻഷുറൻസ് മേഖലയ്ക്ക് ഒട്ടേറെ പ്രഖ്യാപനങ്ങളുണ്ടായി. സർക്കാർ ജീവനക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ രണ്ടാം ഘട്ടമായ മെഡിസെപ്പ് 2.0 ഫെബ്രുവരി 1 മുതൽ ആരംഭിക്കും. മെഡിസെപ്പ് പദ്ധതിയിൽ കൂടുതൽ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ ആശുപത്രികളും പദ്ധതിയിൽ ഉൾപ്പെടുത്തി. വിരമിച്ച സർക്കാർ ജീവനക്കാർക്കും സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും മെഡിസെപ്പ് മാതൃകയിൽ പുതിയ ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കാണ് ഈ ഇൻഷുറൻസ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്ത കുടുംബങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. 50 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. ചെറിയ തുക അടച്ച പദ്ധതിയിൽ ചേരാനും സാധിക്കും. അപകടങ്ങളിൽപ്പെടുന്നവർക്ക് ചികിത്സയ്ക്കായി പുതിയൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. 1 മുതൽ 12 വരെ ക്ലാസുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ എന്ന വമ്പൻ പ്രഖ്യാപനവും ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ അനുവദിക്കും. വർഷം 15 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. ഹരിതകർമ്മസേനയ്ക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസും നടപ്പിലാക്കുന്നുണ്ട്. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രഖ്യാപനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധനമന്ത്രി നടത്തിയത്. സംസ്ഥാനത്തെ ഓട്ടോ സ്റ്റാൻഡുകളെ സ്മാർട്ട് ഹബ്ബുകളാക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഓട്ടോ തൊഴിലാളികൾക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. 100 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. അസംഘടിത തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒട്ടേറെ മേഖലകളിലാണ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത്. അശ്വതി അശോകാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ ബഡ്ജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. ഡിഗ്രി തലം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കി. BC വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന് 130.78 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ വിദേശ പഠന സ്കോളർഷിപ്പ് 4 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഗവേഷണത്തിന് ചീഫ് മിനിസ്റ്റേഴ്സ് സ്കോളർഷിപ്പിന് 11 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. സൗജന്യ വിദ്യാഭ്യാസം ബിരുദതലം വരെ നൽകുന്ന ഒരു പദ്ധതി. സർ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ്. നിലവിൽ +2 വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസമാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. ആഗോള സ്കൂൾ. സർ, കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്രതിവർഷം ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിൽ പഠനങ്ങൾക്കുമായി ഏകദേശം 8000 കോടി രൂപയിലധികം സംസ്ഥാനത്തിന് പുറത്തേക്ക് നൽകുന്നു എന്നാണ് കണക്ക്. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയും പുതിയ കാലത്തിന് അനുയോജ്യമായ തൊഴിൽ പരിശീലനവും നൈപുണ്യ സമ്പാദനവും പ്രദാനം ചെയ്യുന്ന ആഗോള സ്കൂൾ കേരളത്തിൽ സ്ഥാപിക്കും. ഇക്കണോമിക്സിനും ഫ്യൂച്ചർ ടെക്നോളജിക്കുമായിരിക്കും ഇവിടെ പ്രാധാന്യം നൽകുന്നത്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയുടെ സർക്കാർ വിഹിതം നീക്കിവെക്കുന്നു. സർ, സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പദ്ധതി. സർ, ഗോത്രമേഖലയിലെ 40 സ്കൂളുകളിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പദ്ധതിയുടെ വിജയത്തെ തുടർന്ന് ഇത് കൂടുതൽ സ്കൂളുകളിൽ നടപ്പിലാക്കും. കുറഞ്ഞത് 50 പട്ടികവർഗ വിദ്യാർത്ഥികൾ പഠിക്കുന്ന 340 സ്കൂളുകളിലേക്കും കുറഞ്ഞത് 100 പട്ടികജാതി വിദ്യാർത്ഥികൾ പഠിക്കുന്ന 300 സ്കൂളുകളിലേക്കായും അടുത്ത വർഷം ഈ പദ്ധതി വ്യാപിപ്പിക്കും. ഇതിനായിട്ട് 60 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാഭ്യാസ പദ്ധതികളുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിദ്യ NK ചേരുന്നു. വിദ്യ, എന്താണ് വിദ്യാഭ്യാസ മേഖലയ്ക്കായി നീക്കിവെച്ചിരിക്കുന്നത്? ജെയിംസ് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് ഇന്ന് ധനമന്ത്രി നടത്തിയിരിക്കുന്നത്. ഇനി മുതൽ ബിരുദതലം വരെ സംസ്ഥാനത്ത് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനത്തിൽ അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്നത് +2 തലം വരെയാണ് സൗജന്യ വിദ്യാഭ്യാസം സംസ്ഥാനത്ത് അനുവദിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ ബിരുദതലം വരെ ഈ സൗജന്യ വിദ്യാഭ്യാസം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതാണ് കുറഞ്ഞത് 3 വർഷത്തേക്ക് കൂടി, അതായത് നിലവിൽ +2 തലം വരെയാണ് സൗജന്യ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നതെങ്കിൽ ഇനി 3 വർഷത്തേക്ക് കൂടി സർക്കാർ സൗജന്യ വിദ്യാഭ്യാസം നൽകുകയാണ്. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. മാത്രമല്ല നിരവധി നമ്മുടെ താഴേക്കിടയിലുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് പ്രയാസങ്ങൾ മൂലം ഉന്നത വിദ്യാഭ്യാസം ആകാതെ പോയിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ ഈ സർക്കാരിൻ്റെ തീരുമാനം വളരെയധികം പ്രയോജനപ്പെടുമെന്നാണ് കണക്കാക്കുന്നത്. അത്തരത്തിൽ സാധാരണക്കാരായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഈ തീരുമാനം ഏറെ ആശ്വാസകരമാകും. മറ്റൊരു പ്രധാന തീരുമാനം
വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചതാണ്. സംസ്ഥാനത്തെ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് നടപ്പാക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന് 128 കോടി രൂപയാണ് ഇന്ന് വകയിരുത്തിയിരിക്കുന്നത്. കൂടാതെ ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി അക്കാഡമിക് സഖ്യം ഉണ്ടാക്കാനുള്ള നടപടികൾക്കായി 2 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുമേഖലയെ ഇറച്ചി വിലയ്ക്ക് വിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ മുൻ സർക്കാർ സ്വീകരിച്ചതെങ്കിൽ എന്നാൽ ഈ സർക്കാർ അത്തരത്തിലൊരു നടപടിക്കല്ല മുന്നിട്ടിരിക്കുന്നത്. പൊതുമേഖലയെ ചേർത്ത് പിടിച്ചുള്ള വികസനവും വളർച്ചയുമാണ് സംസ്ഥാനം കൈവരിച്ചിരിക്കുന്നതെന്നും ധനമന്ത്രി അറിയിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ KSRTC ഇപ്പോൾ ലാഭത്തിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് KSRTC. നിരവധി പ്രഖ്യാപനങ്ങളും നിരവധി റൂട്ടുകളും ഒക്കെ പ്രഖ്യാപിച്ച് ഇപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന KSRTCക്ക് വീണ്ടും ബജറ്റിൽ വകയിരുത്തിയിരിക്കുകയാണ് ധനമന്ത്രി. പൊതുമേഖലയെ KSRTCക്ക് ശമ്പളവും പെൻഷനും നൽകാനായി 125 കോടി രൂപയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം നൽകുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് KSRTC എത്തി എന്നുള്ളത് സർക്കാരിന്റെ നേട്ടമായി തുടക്കത്തിൽ തന്നെ ധനമന്ത്രി ഊന്നി പറഞ്ഞുകൊണ്ടായിരുന്നു ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം പോലും അദ്ദേഹം തുടർന്നത്. പിന്നെ മാത്രമല്ല, വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താനായി ഫലപ്രദമായ ഇടപെടൽ സർക്കാർ നടത്തിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നെല്ലിൻ്റെ സംഭരണ വില, നേരത്തെ വിവേക് സൂചിപ്പിച്ചതുപോലെ നെല്ലിൻ്റെ സംഭരണ വില, അതുപോലെ തന്നെ നെല്ല് സംഭരണത്തിനായി സർക്കാർ ചെലവഴിച്ച തുകയും അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. പിന്നെ മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് VS സെന്റർ എന്ന പേരിലൊരു സെന്റർ ആരംഭിക്കുകയാണ്. ഇതിനായി 20 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ബജറ്റിൽ കേരളത്തിന്റെ അഭിമാന പദ്ധതികളായ വിഴിഞ്ഞത്തിനും കൊച്ചി മെട്രോയ്ക്കും അധിക തുക വെച്ച് സർക്കാർ ഇന്നത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞത്തെയും കൊച്ചി മെട്രോയും അനുബന്ധിച്ചുള്ള പദ്ധതികളാണ് ബജറ്റിൽ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിനായി 98.08 കോടി രൂപയും റോഡുകൾക്കും പാലങ്ങൾക്കുമായി 1182.43 കോടി രൂപയുമാണ് സർക്കാർ ഇന്നത്തെ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത്. റോഡ് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് 228.1 കോടി രൂപയാണ് അദ്ദേഹം ഇന്നത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉൾനാടൻ ജലഗതാഗതം മെച്ചപ്പെടുത്തുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഉൾനാടൻ ജലഗതാഗതത്തിന് വേണ്ടത്ര പരിപോഷിപ്പിക്കാത്ത ഒരു മേഖലയായിരുന്നു. എന്നാൽ ഇന്നത്തെ ബജറ്റിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് 138.14 കോടി രൂപയും വകയിരുത്തി. ഗതാഗത മേഖലയ്ക്കായി ആകെ ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത് 1871.53 കോടി രൂപയാണ്. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നീണ്ടകര, കൊടുങ്ങല്ലൂർ ക്യാമ്പസുകളിൽ വിവിധ നിർമ്മാണങ്ങൾക്കായി 5.5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അനുബന്ധമായിട്ട് ഒരു മൾട്ടി മോഡൽ ഗതാഗത ശൃംഖല വികസിപ്പിക്കുക എന്ന സംസ്ഥാനത്തിന്റെ ഒരു പ്രധാന കാഴ്ചപ്പാടാണ് എന്ന്. അതിനാൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനൊപ്പം ജലചാലുകളുടെ നാവിഗേഷൻ വികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും കേരളം മുൻഗണന നൽകിയിട്ടുണ്ട്. ഇതുവഴി നമുക്ക് ചരക്ക് ഗതാഗതം പോലെയുള്ള സമ്പ്രദായത്തിലേക്ക് വീണ്ടും കേരളത്തിന് പോകാൻ കഴിയും. ഇതാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്. കൂടുതൽ യാത്രക്കാരെയും ഈ നാവിഗേഷൻ വികസിപ്പിക്കുന്നതിനോടൊപ്പം, അതായത് കൂടുതൽ യാത്രക്കാരെയും ചരക്ക് ഗതാഗതവും ആകർഷിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മാത്രമല്ല, ഗതാഗത വികസനത്തിനായി ജലഗതാഗതത്തിന്റെ പുതുക്കിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും ഇന്ധനക്ഷമമായ പുതിയ വെസലുകൾ വാങ്ങുന്നതിനുമായി 28.11 കോടി രൂപ വകയിരുത്തും. ബജറ്റ് അവതരണത്തിന് പിന്നാലെ LDF സർക്കാരിനെ വിമർശിച്ച് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആളുകളെ കബളിപ്പിക്കുന്ന ഒരു ബജറ്റാണ് ഇപ്പോൾ ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു അംഗം മാത്രമായിരുന്നു ഇത്. ഖജനാവിൽ പൂച്ച വെറ്റുകിടക്കുകയാണെന്ന് സതീശൻ പറഞ്ഞു. ആശ അങ്കണവാടി വർക്കർമാരെ നേരത്തെ പരിഹസിച്ചവരാണ് LDF സർക്കാർ. ഇത് അവരുടെ പരിഹാസം മൂലം ആശാ വർക്കർമാർ നിരവധി ദിവസം നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരങ്ങൾ വരെ നടത്തുന്ന ഒരു അവസരമുണ്ടായി. എന്നിട്ട് ഇപ്പോൾ ചുരുങ്ങിയ പണം മാത്രം നൽകി അവരെ കബളിപ്പിക്കുകയാണ് സർക്കാർ എന്നും VD സതീശൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ശരി, വിദ്യ NK ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പിണറായി സർക്കാരിൻ്റെ ഈ ടേമിലേക്കുള്ള അവസാന ബഡ്ജറ്റാണ് ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസം നൽകുന്ന
ബഡ്ജറ്റാണിത്. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. 3 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് നൽകണം. DA കുടിശ്ശിക ഉൾപ്പെടെ എല്ലാം നൽകുമെന്നുള്ള പ്രഖ്യാപനമുണ്ട്. ബിരുദതലം വരെയുള്ള പഠനം സൗജന്യമാക്കിയിരിക്കുകയാണ്. അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ അടക്കമുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിലുള്ളത്. ഈ പ്രത്യേക ബഡ്ജറ്റ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.